ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ ആയല്ലേ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ ഗൈസ്, ഇന്നെന്ന് പറയുന്നത് ഐലാഷസ് എങ്ങനെ വീട്ടിൽ ചെയ്യാന്നുള്ള വീഡിയോ ആണ്. ഞാൻ എന്റെ ലാഷസ് 1 year ആയിട്ട് വീട്ടിൽ തന്നെയാണ് കേൾ ചെയ്യുന്നത്. അപ്പം അതിന് എന്റെ കുറച്ച് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും എന്റെ ലാഷസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, കേളല്ല ഇപ്പം. അപ്പൊ ഞാൻ കേൾ ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ സ്റ്റെപ്സും പ്രൊഡക്ട്സും എല്ലാം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. സോ ലാസ്റ്റ് വരെ വീഡിയോ കാണുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ മനസ്സിലാകത്തുള്ളൂ. ഐസ് ആണ്, ബി കെയർഫുൾ. ഓക്കെ, ഇതാണ് ലക്സിന്റെ ലാഷ് ലിഫ്റ്റ് സെറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ 1 year ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ കമ്പനീസിന്റെ ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത പാക്കറ്റ് ആണ്, എന്നാൽ മാത്രമേ എന്റെ ഉള്ളിലുള്ളത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ആദ്യം തന്നെ ഇത് ചെയ്യാനുള്ള ബുക്കുണ്ട്. സോ ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, കാര്യങ്ങള്, സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കുറെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഐസിൽ വെക്കുന്ന പാഡ്സ്, അതുപോലെ തന്നെ ഗ്ലൂ ഉണ്ട്, കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഞാൻ യൂസ് ചെയ്യുന്ന വൈസ് ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഐസിൽ എന്തെങ്കിലും മേക്കപ്പ് റെസിഡ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വൈപ്പ് ചെയ്ത് ഐസ് നല്ല ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറെ സിലിക്കൺ പാഡ്സ് ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങളെ സൈസ് ഏതാണെന്ന് ചൂസ് ചെയ്തിട്ട് 2 നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക. സോ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് നോക്കാം, ഇതിൽ നിങ്ങളുടെ സൈസ് ഏതാണെന്നുള്ളത് വെച്ച് നോക്കാം. വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സൈസ് ഏതാണോ അത് ചൂസ് ചെയ്യുക. ഇതുപോലെ ഇതിനകത്ത് ടിൻറ്റിങ് വരുന്നില്ല. നിങ്ങൾക്ക് ടിൻറ്റിങ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിൻറ്റിങ്ങും കൂടെ ഉള്ളത് വാങ്ങണം. എനിക്കിപ്പോ ടിൻറ്റിങ്ങിന്റെ ആവശ്യമില്ല, കാരണം ടിൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഐ ഫീൽ ലൈക്ക് കുറച്ച് ഐലാഷസ് പൊഴിഞ്ഞു പോണ പോലെ ഫീൽ ചെയ്യുന്ന. അത് 4-3 ഉള്ളൂ. അപ്പൊ ഞാനത് കേൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇതിന്റെ ബാക്കിൽ ഒരു ഗ്ലൂ പോലത്തെ സംഭവം ഉണ്ട്, ഒരു സ്റ്റിക്കർ ഉണ്ട്. ഓക്കെ, ഇളക്കിയിട്ട് ഇത് നമ്മുടെ കണ്ണിന്റെ മുകളിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി വെച്ചു കൊടുക്കുക. ഇതൊരു ഗ്ലൂ ആണ്, ഇതിനകത്തുള്ള ഗ്ലൂ ആണ്. അപ്പൊ നമ്മുടെ ഈ ഗ്ലൂ ഓപ്പൺ ചെയ്തിട്ട് ഈ പാഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലാഷസിലല്ല, നമ്മുടെ പാഡിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതാണ് ഗ്ലൂ എന്ന് പറയുന്നത്, ഗ്ലൂവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പാഡിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ആപ്ലിക്കേറ്റർ വെച്ചിട്ട് നമ്മുടെ ലാഷസ് ഈ ഗ്ലൂയിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയും ഒട്ടാത്ത കുറച്ച് കുഞ്ഞു സ്റ്റബേൺ ആയിട്ടുള്ള ലാഷസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഗ്ലൂ കുറച്ചുകൂടി ഉള്ളിലാക്കിയിട്ട്, അതായത് ലാഷസിന്റെ മുകളിലാക്കിയിട്ട് നമ്മുടെ മാക്സിമം നമുക്ക് എത്ര ലാഷസ് ഇതാക്കാൻ പറ്റുമോ അത്രയും ലാഷസ് ഒട്ടിക്കാം. തന്നെ ഫസ്റ്റ് എന്നുള്ള ഒരിതുണ്ട്, ഫസ്റ്റ് എന്നുള്ള ഒരു ലോഷനാണ്, അതിന്റെ പേരാണ് പോം ലോഷൻ. ഓക്കെ, ഇനി നമ്മൾ ആ പോം ലോഷൻ എടുക്കാം. ഇതാണ് പോം ലോഷൻ. ഓക്കെ, ഈ പോം ലോഷൻ, ഇതാണ് പോം ലോഷന്റെ കൺസിസ്റ്റൻസി. ഇത് നമ്മുടെ ലാഷസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സ്റ്റെബിൾ ലാഷസിൽ അപ്ലൈ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലാഷസിന്റെ തുമ്പില് ചെയ്യാതെ അതിന്റെ റൂട്ടിലും അതുപോലെ തന്നെ അതിന്റെ നടുക്ക് മാത്രമേ ചെയ്യുള്ളൂ. ഇതിനുശേഷം വെയിറ്റ് ഫോർ 15 minutes. 15 minutes നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണടച്ച് നമുക്ക് റിലാക്സ് ചെയ്യാം, നമുക്ക് എന്താണോ ചെയ്യാം. സോ 15 minutes നമ്മൾ കണ്ണ് ഓപ്പൺ ആക്കിയേ വേണ്ട. സോ ഗൈസ്, ഹൗ വാസ് ഇറ്റ്? 15 minutes നിങ്ങൾ വെയിറ്റ് ചെയ്തു. സോ 15 minutes ശേഷം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ ഒരു കോട്ടൺ പാഡും കൊണ്ട് വൈപ്പ് ചെയ്ത് കളയുക. ഫസ്റ്റ് നമ്മൾ പെയിൻ സൊല്യൂഷൻ ഇട്ടു, അതിനുശേഷം ഈ ഒരു സൊല്യൂഷനും കൂടെ ഇട്ട് നമ്മളൊരു 10 minutes വെയിറ്റ് ചെയ്യേണ്ടി വരും. സെക്കൻഡ് വൺ ഫിക്സ് ലോഷൻ.
ഫിക്സ് ലോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ സാധനം ഫിക്സ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിക്സ് ലോഷൻ യൂസ് ചെയ്യുന്നത്. സോ ഫിക്സ് സൊല്യൂഷൻ ഒരു ബ്ലൂ കളറാണ്, നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ സാധനം മറ്റേത് ചെയ്ത പോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെയിറ്റ് ഫോർ 10 minutes. 10 minutes നിങ്ങളിത് ഇട്ടിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ പരിപാടി കഴിഞ്ഞു ഗൈസ്. ഈ ഫിക്സ് ലോഷൻ ഇട്ടതിന് ശേഷം ഇതൊരു 10 minutes വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടിൻഡ് ചെയ്യുന്നത്. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ടിൻഡ് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാവേ. ഞാനിപ്പോ ടിൻഡ് ചെയ്യുന്നില്ല. 10 minutes ആയി, നമുക്കിനി ഇത് വൈപ്പ് ചെയ്ത് കളയാം. എനിക്ക് പോം ലോഷൻ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര സുഖമാണ്. ഓക്കെ ഗൈസ്, ഇത് ഏതാണ്ട് ഫുള്ള് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സിലിക്ക് പാഡ് ഇളക്കിയെടുക്കാം. പതുക്കെ ഇളക്കിയെടുക്കണം. ഒരു ലാഷ് പോലും വന്നിട്ടില്ല. ഇപ്പൊ രണ്ട് കണ്ണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡിഫറൻസ് ഉണ്ടോ ഗൈസ്? നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ് കണ്ടാൽ തന്നെ. 3+4 ആണ്. ഇതിനകത്ത് തന്നെ ക്ലെൻസറും ഉണ്ട്, അതുപോലെ തന്നെയാണ് നറിഷ് ലോഷനും ഉണ്ട്. ആദ്യം നമ്മൾ ക്ലെൻസർ ഉപയോഗിച്ച് ഇതൊന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം, ഇറ്റ്സ് ഓപ്ഷണൽ, ഞാൻ ക്ലെൻസർ യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മൾ നറിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നറിഷ് നമുക്ക് ഇത് യൂസ് ചെയ്തതിന് ശേഷം 2-3 ദിവസം ചേർത്തുകൊണ്ട് യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമില്ല കേട്ടോ. ഒരു വലിയൊരു ആപ്ലിക്കേറ്റർ ഉണ്ട്, ആ ആപ്ലിക്കേറ്റർ ഉപയോഗിച്ചിട്ട്, ഇതൊരു യെല്ലോ കളറാണ്, നന്നായിട്ട് തേച്ചെടുക്കുക. രണ്ട് കണ്ണിന്റെ ഡിഫറൻസ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്കിനി സെക്കൻഡ് ഐ ചെയ്യാം. അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഞാൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇല്ലെന്നുണ്ടെങ്കിൽ വെറുതെ റിപ്പീറ്റേഷൻ അല്ലേ. അതുകൊണ്ട് ഞാൻ എന്റെ 2 കണ്ണും ഐലാഷസ് കേൾ ചെയ്തിട്ടുണ്ട്. 2 കണ്ണില്. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങള്. ഇനി 2-3 കാര്യങ്ങളും കൂടെ ഞാൻ പറയാം. അതായത് ഇനി നമ്മൾ ഇത് ചെയ്തതിന് ശേഷം ഇതിന്റെ ആഫ്റ്റർ കെയർ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 48 hours അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 24 hours എങ്കിലും നിങ്ങൾ ഇത് ചൂടുവെള്ളത്തിലൊന്നും തട്ടാതെ ഒന്ന് സൂക്ഷിക്കുക. കുളിക്കുമ്പോഴായാലും ഒന്ന് കവർ ചെയ്തൊക്കെ വെച്ച് കുളിക്കുക. കാരണം വെള്ളം, എസ്പെഷ്യലി ചൂടുവെള്ളം തട്ടി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പോവാനുള്ള ചാൻസ് ഉണ്ട്, അധികം നാള് ലാസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. വേറെ ഒന്നുമില്ല. ഈ നറിഷ് ലോഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് 2-3 പ്രാവശ്യവും കൂടെ നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിലൊക്കെ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. താങ്ക് യു സോ മച്ച്. ബൈ.